നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം തുടങ്ങുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇന്ന് തുടക്കം കുറിക്കും. കോഴിക്കോട് നടക്കുന്ന ജനമഹാറാലിയോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിലും ഇന്ന് ധാരണയുണ്ടാകും. തൃശൂർ രാമനിലയത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുകുൾ വാസ്നിക് എന്നിവരുമായി രാഹുൽ ഗാന്ധി രാവിലെ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുകയാണ് തൃശൂരിൽ നിന്നും. ശ്രീനാഥ്, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് എപ്പോഴാകും നടക്കുക? രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി തന്നെ തൃശൂർ രാമനിലയത്തിലെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും അതേപോലെ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും ഇവിടെ തന്നെ തങ്ങുന്നുണ്ട്. അദ്ദേഹത്തിനാണ് സംഘടനാ ചുമതലയുള്ളത്. അദ്ദേഹവും ഇപ്പോൾ ഇവിടെ തങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ നേതാക്കളുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തി ഒരു പ്രാഥമിക ചർച്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. അതിനു മുമ്പായി തന്നെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ആശങ്കകളും സംശയങ്ങളും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനുള്ള, സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ അദ്ദേഹത്തെ കണ്ട നേതാക്കളോടും രാഹുൽ ഗാന്ധി അതുതന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, അതിനുശേഷം എന്തെങ്കിലും തന്റെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ ഇടപെടാം എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള തിടക്കപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത. മാത്രമല്ല KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി എന്നിവർ മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലും എത്തേണ്ടതുണ്ട്. ഈ മൂന്ന് പേരും അവർ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് തന്നെയാണ്, രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം പറയും എന്നാണ് കരുതുന്നത്. ഏതായാലും അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് വളരെ ചുരുക്കപ്പട്ടിക സമർപ്പിക്കണം, വളരെ ചുരുക്കിയുള്ള ഒരു പട്ടിക സമർപ്പിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീളത്തിലുള്ള പട്ടിക ആവശ്യമില്ല, 1-2 സ്ഥാനാർത്ഥികൾ പരമാവധി ഉണ്ടാകാവൂ ഒരു മണ്ഡലത്തിൽ എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അദ്ദേഹത്തിന് തിരക്കിട്ട നിരവധി കാര്യപരിപാടികളുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് നേരെ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂരിൽ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ മാതാപിതാക്കളെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പെരിയയിൽ, കാസർഗോഡേക്ക് പോകും. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ, കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അവിടെ ആ സന്ദർശന ശേഷമായിരിക്കും കോഴിക്കോട് ജനമഹാറാലിയിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധി എത്തുക. ജനമഹാറാലിയിൽ പങ്കെടുത്ത് ഏതാണ്ട് 1 ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയാകും ജനമഹാറാലി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷവും അതുപോലെ BJPയും മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കമായി കോഴിക്കോട്ടെ ജനമഹാറാലി മാറും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല മലബാറിൽ ഇത് വലിയൊരു ഉണർവുണ്ടാക്കും എന്നാണ് കരുതുന്നത്. അവിടെ വെച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ തിരക്കിട്ട പരിപാടികൾക്ക് ശേഷം ഏതാണ്ട് വൈകിട്ട് 6:00 അദ്ദേഹം തിരിച്ച് ദില്ലിയിലേക്ക് പോകും. വൈകിട്ട് 6:00 അദ്ദേഹം തിരിച്ച് ദില്ലിയിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ കാര്യപരിപാടി അനുസരിച്ച് അറിയാൻ കഴിയുന്നത്. ശ്രീനാഥ്, മറ്റൊരു കാര്യം, അതായത് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ മുൻപേ തന്നെ വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാനുള്ള, അതിന്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയവും ആയിരിക്കുകയാണ്. BJPയുടെ കാര്യത്തിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല. നേതാക്കൾ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു പ്രാഥമിക പട്ടിക പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വരവും ഈ നേതാക്കളുമായുള്ള ചർച്ചകൾക്കുമൊക്കെ ഒടുവിൽ ഒരു പ്രാഥമിക സാധ്യതാ പട്ടികയെങ്കിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണോ?
അമീന, തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചു. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏതാണ്ട് എല്ലാവരും തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അവർ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും കോൺഗ്രസിന്റെ പട്ടിക പൂർത്തിയാകാത്തതിൽ വലിയ ആശങ്ക സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കുമിടയിലുണ്ട്. പ്രവർത്തകർക്ക് അത് സംബന്ധിച്ച വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുക, ഏതാണ്ട് ഈ ആഴ്ചയുടെ അവസാനത്തോട് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. അത് ഡൽഹിയിലാണ് ചേരുന്നത്. അതിനുശേഷം ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് സമിതിയും ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പട്ടിക സംബന്ധിച്ചുള്ള അന്തിമ ധാരണ എത്തണം, ഏകദേശ ധാരണയെങ്കിലും എത്തണം എന്നൊരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. ഒട്ടേറെ സ്ഥാനാർത്ഥികൾ ഒരേ മണ്ഡലത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതൊന്നും പാടില്ല. വളരെ ചുരുക്കപ്പട്ടിക ആയി തന്നെ അത് അഖിലേന്ത്യാ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിയുന്നതും തർക്കങ്ങൾ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കണം എന്നൊരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അതായത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ, അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മത്സര കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പകരം ആരായിരിക്കും ആലപ്പുഴയിൽ മത്സരിക്കുക എന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സാമുദായികമായ സമവാക്യങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ നിന്ന് മറ്റെവിടെ മത്സരിക്കും എന്നുള്ള കാര്യവും തീരുമാനിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം എത്തേണ്ടതുണ്ട്. അതേപോലെ ഉമ്മൻചാണ്ടി തന്റെ സന്നദ്ധത ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉമ്മൻചാണ്ടിയുടെ പേര് പരിഗണിക്കുന്നുമുണ്ട്. പത്തനംതിട്ടയിൽ ഇത്തവണ വലിയ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് പത്തനംതിട്ട നിർണായകവുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഇടുക്കിയുടെ കാര്യത്തിലും ഇവിടെയൊക്കെ ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല. അദ്ദേഹം സിറ്റിംഗ് MP ആണ്, മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനത്തിനൊട്ടാകെയുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നൊരു നിലപാടിലാണ് അദ്ദേഹം തന്നെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിലും ഈ 3 നേതാക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും അതൊക്കെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ് പ്രസക്തമാകുക. അതങ്ങനെ തന്നെയാണ്, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെയാകും അന്തിമം. എന്തായാലും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും അതിനുശേഷമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം ഒരു സാധ്യതാ പട്ടികയെങ്കിലും പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂരിലെയും കാസർകോട്ടെയും രക്തസാക്ഷി കുടുംബങ്ങളെ രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശിക്കും. കണ്ണൂരിൽ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ കുടുംബങ്ങളെ വിമാനത്താവളത്തിലും പെരിയയിലെ കുടുംബങ്ങളെ വീട്ടിലെത്തിയുമാണ് സന്ദർശിക്കുക. ശേഷം വൈകിട്ട് 4:30 കോഴിക്കോട് നടക്കുന്ന കോൺഗ്രസ് റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. തൃശൂരിൽ നിന്ന് കണ്ണൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഹെലികോപ്റ്ററിൽ കാസർഗോഡ് പെരിയയിലേക്ക് തിരിക്കും. കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങളെ കാണും. വിമാനമാർഗം കോഴിക്കോട്ടെത്തുന്ന രാഹുൽ വൈകിട്ട് 4:30 കടപ്പുറത്ത് നടക്കുന്ന കോൺഗ്രസ് ജനമഹാറാലിയിൽ പങ്കെടുക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനമായി ഈ പരിപാടി മാറും. 6 ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ റാലിയിലെത്തും. ജനമഹാറാലിയിൽ 1,00,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 കോഴിക്കോട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് CPM ഏറെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ചുവട് പോലും അനങ്ങാനാകാത്ത അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്. ഗതികെട്ടപ്പോൾ K. സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥി താൻ തന്നെയെന്ന് സ്വയം പ്രഖ്യാപിച്ചു. KV തോമസും ബന്നി ബെഹനാനും ശശി തരൂരുമൊക്കെ ഈ വഴി തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ ഒരു കരക്കെടുക്കാതെ നിൽക്കുമ്പോഴാണ് പാർട്ടി അധ്യക്ഷന്റെ വരവ്. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും തീരുമാനമാകുമോ എന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയമറിയാവുന്നവരും ഒക്കെ അന്വേഷിക്കുന്നത്. മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രാഹുലിനെ കണ്ട് ചർച്ച നടത്തും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്കും ഇവർക്കൊപ്പമുണ്ടാകും. അന്തിമ പട്ടിക വേണമെന്നില്ല, പ്രാഥമിക പട്ടികയെങ്കിലും പുറത്തുവിടാനുള്ള മര്യാദ കോൺഗ്രസ് നേതൃത്വം കാണിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രാഥമിക പട്ടികയെങ്കിലും ഇന്നുണ്ടാകുമോ എന്നാണ്
ന്യൂസ് 18 ന്യൂസ് അജണ്ട പരിശോധിക്കുന്നത്. വിഷയത്തിൽ പ്രേക്ഷകർക്കും രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വിഷയം ഒരിക്കൽ കൂടി, പ്രാഥമിക പട്ടികയെങ്കിലും ഇന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും നിരീക്ഷകരുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് യോഗം വിളിച്ചത് ചേർത്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര, അശോക് ലവാസ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് യോഗം. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 11-നാണ് ആരംഭിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം UN രക്ഷാസമിതിയിൽ ചൈനയുടെ എതിർപ്പ് മൂലം പരാജയപ്പെട്ടു. ഇത് 4ാം തവണയാണ് അസറിനെതിരെയുള്ള പ്രമേയം ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുന്നത്. നടപടി നിരാശാജനകമെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 15-അംഗ രക്ഷാസമിതിയിൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യത്തിന് ചൈന വീണ്ടും തടസ്സം നിന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം ഫ്രാൻസ്, UK, US എന്നീ രാജ്യങ്ങളാണ് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി വൈകിയാണ് വോട്ടെടുപ്പ് നടന്നത്. പ്രമേയത്തിനെതിരെ നിലകൊണ്ട ചൈനയുടെ നടപടി നിരാശാജനകമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് പ്രതികരണം. ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ സമ്മർദ്ദ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ സമവായ നീക്കം കൊണ്ടേ കഴിയൂ എന്നാണ് ചൈനയുടെ നിലപാട്. മസൂദ് അസറിനെതിരെ നേരത്തെ 3 തവണ സുരക്ഷാ കൌൺസിലിന് മുമ്പാകെ പ്രമേയം കൊണ്ടുവന്നപ്പോഴും വീറ്റോ അവകാശം ഉപയോഗിച്ച് ചൈന തടഞ്ഞിരുന്നു. 2009, 2016, 2017 വർഷങ്ങളിലാണ് ചൈന നേരത്തെ എതിർത്തത്. പാകിസ്ഥാന്റെ സമ്മർദ്ദമാണ് ചൈനയുടെ നിലപാടിന് കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് കശ്മീരിൽ നടക്കുന്ന പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ്. ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രാഥമിക ആവശ്യം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ ഈ വിഷയം ഉയർന്നുവരുമ്പോഴൊക്കെയും എതിർപ്പുന്നയിക്കുകയാണ് ചൈനയുടെ പതിവ്. ഇത്തവണയും അവർ ആ പതിവ് തെറ്റിച്ചില്ല. വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യത്തെ ചൈന വെട്ടിത്തോൽപ്പിച്ചു. തങ്ങൾ പാകിസ്ഥാനൊപ്പമെന്ന് ചൈന പറയാതെ പറയുകയാണ്. പുൽവാമയെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ചൈന ഇന്ത്യക്കൊപ്പമെന്ന് തോന്നും വിധമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ ഇപ്പോൾ തനിനിറം വ്യക്തമായിരിക്കുന്നു. ഭീകരതയ്ക്ക് കുടപിടിക്കുന്നു ചൈനയുടെ നടപടി എന്നാണ് ഇന്നത്തെ ന്യൂസ് അജണ്ട പരിശോധിക്കുന്നത്. കർത്താപൂർ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ആദ്യ ചർച്ച ഇന്ന് നടക്കും. വാഗയിൽ ഇന്ത്യൻ അതിർത്തിയിലാണ് ചർച്ച. ദർബാർ സാഹിബ് ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ കർത്താപൂരിനെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തറക്കല്ലിട്ട ഇടനാഴിയുടെ തുടർ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ചർച്ച. കരട് കരാറും ചർച്ചയാകും. അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താപൂർ ഇടനാഴി ചർച്ചയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. റഫാൽ ഇടപാടിൽ അന്വേഷണം വേണ്ടെന്ന സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയം രേഖകൾ മോഷ്ടിച്ചതായി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് വിവാദമായിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. ഫോട്ടോ കോപ്പിയെടുത്ത് രേഖകൾ കടത്തിയെന്നാണ് കേന്ദ്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. രേഖകൾ ചോർത്തിയത് ദേശീയ സുരക്ഷയെ ബാധിക്കും. രഹസ്യ സ്വഭാവം നഷ്ടമാകുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് തിരിച്ചടിയാകും. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. രാജ്യസുരക്ഷയിലൂന്നിയുള്ള സർക്കാർ വാദത്തെ കഴിഞ്ഞ തവണ കോടതി ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജികൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണോ എന്ന് കോടതി നിശ്ചയിക്കും. സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഉറപ്പാക്കാൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് സാമൂഹികമായ തുല്യത ഉറപ്പാക്കാനാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. സംവരണം 50% മറികടക്കരുത് എന്ന സുപ്രീംകോടതി വിധിയുടെ ലംഘനമല്ല ഭരണഘടനാ ഭേദഗതി എന്നാണ് വാദം. ഭേദഗതി സ്റ്റേ ചെയ്യാൻ കോടതി നേരത്തെ ഒന്നിലധികം തവണ വിസമ്മതിച്ചിരുന്നു.
കരാറില്ലാതെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്താകുന്നതിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്നലെ ചേർന്ന യോഗത്തിൽ 278-ന് എതിരെ 321 വോട്ടോടെയാണ് പ്രമേയം പാസായത്. ഇന്ന് ചേരുന്ന പാർലമെന്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്നതിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടേക്കും. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രതിപക്ഷ ലേബർ പാർട്ടിയും വ്യക്തമാക്കി. ബ്രെക്സിറ്റ് തീയതി നീട്ടണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് 27 രാജ്യങ്ങളുടെ സമ്മതം കൂടി ബ്രിട്ടൻ നേടണം. മാർച്ച് 29-നാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിടേണ്ടത്. സമൂഹമാധ്യമങ്ങളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നിവയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെയാണ് പലർക്കും ഫേസ്ബുക്ക് ലഭിക്കാതെയായത്. ആശയങ്ങൾ പങ്കുവയ്ക്കാനോ സന്ദേശങ്ങൾ അയക്കാനോ മണിക്കൂറുകളോളം കഴിഞ്ഞില്ല. വാട്സ്ആപ്പിലും സന്ദേശങ്ങൾ അയക്കുന്നത് തടസ്സപ്പെട്ടു. ഇന്ത്യയ്ക്ക് പുറമെ പരാഗ്വേ, ബംഗ്ലാദേശ്, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയ പ്രവർത്തനം തടസ്സപ്പെട്ടു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടെന്നും മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിച്ചെന്നും ഫേസ്ബുക്ക് അധികൃതർ ട്വിറ്ററിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. തളിയിൽ അരശുംമൂട് സ്വദേശികളായ ബാലു, റോഷൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൊഞ്ചിറവിള സ്വദേശി അനന്തു ഗിരീഷിനെ 8-അംഗ സംഘം ഇരു കൈകളിലെയും ഞരമ്പറുത്തും ക്രൂരമായി മർദ്ദിച്ചുമാണ് കൊലപ്പെടുത്തിയത്. കരമനയിൽ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിനുള്ളിലായിരുന്നു മൃതദേഹം. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗരുഡിൽ, ഡിസിപി ആർ ആദിത്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊലയാളി സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തത്. തളിയിൽ അരിശുമൂട് സ്വദേശികളായ ബാലു, റോഷൻ എന്നിവരാണ് പിടിയിലായത്. കൊഞ്ചറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ നടന്ന അടിപിടി തട്ടിക്കൊണ്ടുപോകലിലും പിന്നീട് കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 തളിയലിലെ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ 8-അംഗ സംഘം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം കരമന പോലീസിൽ പരാതി നൽകി. തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധമുള്ള യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈമനത്ത് ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തി. ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ശരീരമാസകലം മുറിപ്പാടുകളുമുണ്ടായിരുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 1:30 പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടന്ന സ്ഥലത്ത് വൈകിട്ട് അനന്തു ഗിരീഷിനെ എത്തിച്ചായിരുന്നു കൊലപാതകം. കൊലപാതകമാണെന്ന് പോലീസ് ആദ്യം തന്നെ സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള കൂടുതൽ പേരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും. അറസ്റ്റിലായ ബാലു, റോഷൻ എന്നിവർക്ക് പുറമെ ശരത്ത്, വിനീഷ്, വിഷ്ണു, സുമേഷ്, കുഞ്ഞുവാവ, അരുൺ ബാബു എന്നിവരും കൊലപാതക സംഘത്തിലുണ്ടായിരുന്നു. മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുണ്ടകൾക്കും ഗുണ്ടായുസത്തിനും ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് തിരുവനന്തപുരം. തലസ്ഥാന നഗരിയായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളെക്കാൾ നഗരവിസ്തൃതിയിൽ മുന്നിലാണ് തിരുവനന്തപുരം. വിശാലമായ നഗരവും തൊട്ടുരുമ്മി നിൽക്കുന്ന ഗ്രാമങ്ങളും ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി നിലകൊള്ളുന്നു. പേടിയില്ലാത്ത പോലീസ് ഓഫീസർമാരുടെ ഇടപെടൽ കൊണ്ടാണ് ഗുണ്ടകളെ കുറച്ചെങ്കിലും നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പോൾ ജോർജ് കൊലപാതക കേസുണ്ടായ കാലത്താണ് തിരുവനന്തപുരത്തെ ഗുണ്ടകളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അറിവുണ്ടായത്. ഇടക്കാലത്ത് ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഗുണ്ടകൾ വീണ്ടും ഇറങ്ങുന്നു എന്ന് വെളിവാക്കുന്നതാണ് കരമനയിൽ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ സംഭവം. ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയ യുവാവ് പിന്നീട് കണ്ടെത്തുന്നത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. 2 കൈകളുടെയും ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം. കൊല്ലുക എന്നത് മാത്രമല്ല, പൈശാചികമായി കൊലപ്പെടുത്തുക എന്നതാണ് ഗുണ്ടകളുടെ രീതിയെന്ന് തോന്നും വിധമാണ് കാര്യങ്ങൾ. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസിന് മടിയോ എന്നതാണ് കരമന കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചോദ്യം.